പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആകെ തകർന്നു പോയി, ഉടഞ്ഞുപോയി, പൊട്ടിപ്പോയി, ഇനിയും പഴയതുപോലെ ആകുവാൻ സാധിക്കത്തില്ല എന്നൊന്നും ചിന്തിക്കണ്ട. എൻ്റെ നല്ല യൗവനം കഴിഞ്ഞു, ഇനിയും എനിക്കൊരു ജീവിതമില്ല എന്നൊന്നും കരുതണ്ട. കർത്താവിന് നിങ്ങളെ പുതുതാക്കി തീർക്കുവാൻ സാധിക്കും. ദൈവം നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്. അവിടത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ വലുതാ. ജാപ്പനീസിന് ഒരു രീതിയുണ്ട്. ഉടഞ്ഞു പോയ പാത്രങ്ങളെടുത്ത് പ്രത്യേക തരം പശയും സ്വർണത്തിൻ്റെ പൊടിയും ഒക്കെ കൂട്ടിക്കലർത്തി ഈ ഉടഞ്ഞു പോയ ഭാഗത്ത് ഒട്ടിച്ച് ആ പാത്രം വീണ്ടും പഴയ ഷേപ്പിലും ഉപയോഗപ്രദവും ആക്കിയെടുക്കും. ആ രീതി ഉടഞ്ഞുപോയ പാത്രങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുവാൻ സംഗതി വരുത്തും. പാത്രം ഉടഞ്ഞുപോയതാ, ഒരിക്കൽ ഉപയോഗപ്രദമായിരുന്നു, പക്ഷെ ഉടഞ്ഞുപോയി. എന്നാൽ നോക്കിക്കേ, ഇത് അതിൻ്റെ ഉടമസ്ഥൻ കരത്തിലെടുത്ത് എത്ര ഭംഗിയായിട്ടാ വീണ്ടും മെനയുന്നത്. അതിനെ കാണുവാൻ അതിൻ്റെ ഭംഗിയേറുന്നു, വീണ്ടും അത് ഉപയോഗപ്രദമാകുന്നു. മുമ്പിലത്തേതിലും ശോഭയോടെ മനോഹരമായി അത് പുറത്തു വരുന്നു. പലപ്പോഴും നമ്മളുടെ ജീവിതം ഇങ്ങനെയല്ലേ? തകർന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലേ? ഇനിയും എൻ്റെ ഷേപ്പോ എൻ്റെ രീതിയോ ഒന്നും എനിക്ക് മടക്കി ലഭിക്കത്തില്ല, തീർന്നു, സകലതും തീർന്നു, എന്നെ ഇനി ആർക്കും വേണ്ട, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് നാം വിതുമ്പാറുണ്ടല്ലേ? അങ്ങനെ നിലവിളിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നില്ലേ? സകലരും എന്നെ ഉപേക്ഷിച്ചു, ഞാൻ തീർത്തും അനാഥമായി എന്നൊക്കെയല്ലേ പറയുന്നത്? പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. യെശയ്യാ പ്രവചനം 55 അധ്യായം എടുത്തൊന്ന് വായിക്കണം കേട്ടോ. അവിടെ ദൈവം പറയുക, നിങ്ങളുടെ വിചാരമൊന്നുമല്ല എൻ്റെ വിചാരം, നിങ്ങളുടെ വഴികളുമല്ല എൻ്റെ വഴികൾ. പിന്നെ എങ്ങനെയാ? എൻ്റെ വഴികൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ വലിയതാകുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ വലുതാകുന്നു. പ്രിയരെ, പൊട്ടിത്തകർന്നു പോയി, സൗന്ദര്യം നഷ്ടപ്പെട്ടു, സാമ്പത്തികം നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം പോയി എന്നൊന്നും കരുതി നിരാശപ്പെടണ്ട. നിങ്ങളുടെ ഉടമസ്ഥൻ നിങ്ങളെ വലിച്ചെറിയത്തില്ല. കൂടുതൽ ശോഭയോടെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക വിചാരങ്ങൾ വലുതാ. അവിടുന്ന് നിങ്ങൾക്കായി തുറക്കുന്ന വഴികൾ ശ്രേഷ്ഠമാ, ഉന്നതമാ. അത് മനുഷ്യർക്കാർക്കും വർണ്ണിക്കുവാൻ സാധ്യമല്ല. ക്ഷീണിച്ച് ഹൃദയം തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുറിവിനെ സ്വർഗം ഇപ്പോൾ ഉണക്കും. നിങ്ങളെ കൂടുതൽ ഭംഗിയായി പണിയും, നിങ്ങളെ പുറത്തെടുക്കും. നിങ്ങളുടെ ജീവന്റെ ഉടമസ്ഥന്, അതെ, നമ്മുടെ ജീവന്റെ ഉടമസ്ഥന് നമ്മളെക്കുറിച്ചുള്ള വിചാരങ്ങൾ, നമുക്കായി ഒരുക്കുന്ന വഴികൾ വലുതാ. വിശ്വസിക്കുന്നവരെൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് വളരെ കൃത്യമായി സംസാരിച്ചതിന് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അടിയനോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തകർന്ന് നുറുങ്ങി ഉടഞ്ഞിരിക്കുന്ന ആ വ്യക്തിത്വങ്ങളെ സ്വർഗം ഇപ്പോൾ പണിയണമേ, പണിയണമേ. കൂടുതൽ ഭംഗിയായി, കൂടുതൽ ഉപയോഗപ്രദമായ മനോഹരമായൊരു പാത്രമായി അവർ പുറത്ത് വരട്ടെ. അതേ കർത്താവേ, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. എൻ്റെ പ്രിയരുടെ മേൽ അങ്ങയുടെ കരം വെച്ചതിന് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഭംഗിയായി പുറത്തു വരും. വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ബ്ലെസ് യു.